ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് അല്ലെ. ദ ബാലഡ് ഓഫ് ദ ഫാദർ, നമ്മുടെ പ്രീസ്റ്റിന്റെ ഗില്ലിഗന്റെ ഒരു ബാലഡ് അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള ഒരു പോം ആയിരുന്നു. നോക്കാൻ വളരെ മനോഹരമായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അല്ലെ. നിങ്ങൾക്ക് കവിതകളുടെ ഇൻഡയറക്റ്റ് മീനിങ് ഒന്നും വേണ്ടില്ലായിരുന്നു. ഡയറക്റ്റ് വരികൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ മീനിങ്ങും അതിന്റെ തീമും ഒക്കെ മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു അല്ലെ. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ വാസ് ദ ഫാദർ ഗില്ലിഗൻ വിയറി നൈറ്റ് ആൻഡ് ഡേ അല്ലെ. എന്തുകൊണ്ടാണ് നമ്മുടെ ഫാദർ രാവും പകലും ക്ഷീണിതനായത്? അദ്ദേഹം രാവും പകലും വർക്ക് ചെയ്ത് ക്ഷീണിതനാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അദ്ദേഹം ടയേർഡാണ് കംപ്ലീറ്റ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അത്രത്തോളം ടയേർഡ് ആവാൻ കാരണം? He was performing his priestly obligations day and night അല്ലെ. പ്രീസ്റ്റ്ലി ഒബ്ലിഗേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രീസ്റ്റ് ചെയ്യേണ്ട കടമകളൊക്കെ ഉണ്ട്. അതിനാണ് ഈ പ്രീസ്റ്റ്ലി ഒബ്ലിഗേഷൻ എന്ന് പറയാം അല്ലെ. പ്രീസ്റ്റ് ചെയ്യേണ്ട കടമകൾ, അതിനാണ് പ്രീസ്റ്റ്ലി ഒബ്ലിഗേഷൻ അല്ലെ. അപ്പൊ അദ്ദേഹം ഡേയും പകലും രാവും പകലും അദ്ദേഹം പ്രീസ്റ്റ് ചെയ്യേണ്ട കടമകൾ പെർഫോമൻസ് ചെയ്തത് കൊണ്ടാണ് അദ്ദേഹം ക്ഷീണിച്ചത്. ഓക്കെ, എന്തായിരുന്നു കടമകൾ? he had to conduct funeral service to those who were dying large number due to the epidemic അല്ലെ. എപ്പിഡമിക് കാരണം അല്ലെ, ഒരു പകർച്ചവ്യാധി കാരണം അവിടെ മരിച്ചു പോയിട്ടുള്ള ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നുണ്ട്. അവരുടെയൊക്കെ അന്ത്യകൂദാശ ചടങ്ങുകൾ, ലാസ്റ്റ് ചെയ്യേണ്ട ചടങ്ങുകൾ ചെയ്തിട്ടാണ് അദ്ദേഹം രാവും പകലും ചെയ്തിട്ടാണ് അദ്ദേഹം ക്ഷീണിതനായത്. ക്ലിയർ? Second question, what is the significance of the word flock? Flock, a flock of sheep. നമ്മൾ ഒരു കൂട്ടം എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതായിരുന്നു അല്ലെ. അതിന് ഇവിടെ എന്താണ് മീനിങ് എന്നാണ് കേട്ടോ. നോക്കാം. ദ പാരിഷ്നേഴ്സ് അല്ലെ, ആ പാരിഷിലുള്ള അദ്ദേഹം താമസിക്കുന്ന പാരിഷ് എന്ന് പറയുന്ന ആ പ്ലേസിലുള്ള ജനങ്ങൾക്കാണ് ഈ പാരിഷ്നേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓഫ് ദ ഫാദർ ഗില്ലിഗൻ. ഫാദർ ഗില്ലിഗൻ താമസിക്കുന്ന ആ പാരിഷിലെ പാരിഷ് ഇടവകക്കാർക്കാണ്, ആ ഇടവകയിൽ താമസിക്കുന്ന ആളുകൾക്കാണ് പാരിഷ്നേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലോഗ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? പാരിഷ്നേഴ്സ് ആണ് കേട്ടോ. Then third question, why were his flock either in bed or lying under green soil? അല്ലെ, എന്തുകൊണ്ട് അവിടുത്തെ ആ കൂട്ടം ആളുകൾ അല്ലെങ്കിൽ അവർ ബെഡിലാണ്, അല്ലെങ്കിൽ അവർ ബെഡ് രോഗികളായിട്ട് കിടക്കുകയാണ് അല്ലെ, കിടപ്പ് രോഗികളാണ്, അല്ലെങ്കിൽ അവർ മരിച്ച് പച്ചപ്പുല്ലുകൾക്ക് താഴെ കിടന്നുറങ്ങുകയാണ്, മരിച്ചു എന്നൊരർത്ഥത്തിൽ കേട്ടോ. എന്താണ് അവർക്ക് സംഭവിച്ചത്? നോക്കാം. They were either affected with the fatal epidemic അല്ലെ, മാരകമായിട്ടുള്ള പകർച്ചവ്യാധി എന്നാണ് അർത്ഥം കേട്ടോ. അവരെന്താണ് എഫക്ട് ചെയ്തിട്ടുള്ളത്? ഒരു മാരകമായിട്ടുള്ള പകർച്ചവ്യാധി അവർ എഫക്ട് ചെയ്തിട്ടുണ്ട്. ദേ ഹാഡ് ഓൾറെഡി ബിക്കം ദ വിക്ടിംസ് ഓഫ് ദ ഡെഡ്ലി ഡിസീസസ് അല്ലെ. അവരൊക്കെ എന്തിന് ഇരകളായിട്ടുണ്ട്? മരിക്കാൻ ഉള്ള അത്രയും കാരണമുള്ള ഒരു ഡിസീസിന്റെ ഇരകളാണ് അവരെല്ലാവരും. ക്ലിയർ? Then fourth question, why did another man send for Father Gilligan? Why is the man referred to as a poor? അല്ലെ, അടുത്തൊരു മനുഷ്യൻ വേറെ ആളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടു ഫാദറിന്റെ അടുത്തോട്ട്. എന്തുകൊണ്ടാണ് അവരെ ഫാദർ പൂവർ എന്ന് വിശേഷിപ്പിച്ചത് എന്നാണ് ചോദ്യം. നോക്കാം. He sent for the priest to receive the last communion and thereby he can go to the heaven. അല്ലെ, he sent for the priest to receive the last communion അല്ലെ. കമ്മ്യൂണിയൻ പറഞ്ഞാലും ഈ പറഞ്ഞ മാതിരി ആ നാട്ടത്തെ ഇടവകയിലെ ആള് എന്നൊരർത്ഥത്തിലാട്ടോ. ഹി സെന്റ് ഫോർ ദ പ്രീസ്റ്റ്, അദ്ദേഹം പ്രീസ്റ്റിന്റെ അടുത്തേക്ക് ആള് പറഞ്ഞയച്ചു. ലാസ്റ്റ് കമ്മ്യൂണിയൻ പ്രീസ്റ്റിന്റെ അടുത്തേക്ക് ആളെ പറഞ്ഞു അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി. ആൻഡ് thereby he can go to the heaven. എന്നാൽ മാത്രമുള്ള അദ്ദേഹത്തിന് എന്താവാം? അദ്ദേഹത്തിന് സ്വർഗത്തിലോട്ട് പോകാനുള്ള ചടങ്ങുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ അയാളെ പറഞ്ഞത്. വളരെ ദയനീയമായത് കൊണ്ടാണ് അദ്ദേഹം പൂർ എന്ന് യൂസ് ചെയ്തത് കേട്ടോ. Then fifth question, why did Father Gilligan seek forgiveness from God? What justification does not give to God for his errant words? അല്ലെ, അദ്ദേഹം എന്തുകൊണ്ടാണ് ദൈവത്തോട് മാപ്പ് ചോദിച്ചത്? എന്ത് അദ്ദേഹം യൂസ് ചെയ്ത് അദ്ദേഹത്തിന്റെ സ്ട്രോങ് ആയിട്ടുള്ള കർക്കശമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ആ വേർഡുകള്, അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെയുള്ള വാക്കുകൾ യൂസ് ചെയ്തത് എന്നും കൂടെ നമുക്കറിയാം. It was his God-given duty to look after the parishioners അല്ലെ. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ഡ്യൂട്ടിയാണ് പാരിഷനേഴ്സിനെ നോക്കുക എന്നുള്ളത്. അവിടെയുള്ള ആളുകളെ
എന്താ ചെയ്യാ, അവിടെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്ത് അവരെ നോക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവര് ചെയ്യേണ്ട ഡ്യൂട്ടികൾ ചെയ്യുക എന്നുള്ളത് ദൈവം അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലിയാണ് അല്ലെ. സോ ഹിസ് ഡെസ്പറേറ്റ് ഔട്ട്ബേസ്റ്റ് വാസ് ഇൻ സിൻ ആൻഡ് ചാലഞ്ച് ടു ഗോഡ്. ഡെസ്പറേറ്റ് ഔട്ട്ബേസ്റ്റ്, നിരാശ നിറഞ്ഞ പൊട്ടിത്തെറി എന്നൊക്കെ പറയാം അല്ലെ. അദ്ദേഹത്തിന്റെ ആ ടയേർഡ്നെസ്സും, ആളുകൾ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുക, അയാൾ ജോലി ഇങ്ങനെ ചെയ്ത് ക്ഷീണിതനാവും, മരിക്കുന്ന ടെൻഷൻ, അതിന്റെ സങ്കടം ഇടങ്ങേറും, അതിന്റെ പുറമെ ഇത് ചെയ്തുള്ള ക്ഷീണം. അപ്പൊ അങ്ങനെയുള്ള നിരാശ അതൊരു പൊട്ടിത്തെറിയായിട്ട് വാസിൻസിൻ, അതൊരു പാപമായിട്ട് മാറി. എങ്ങനെ? ആൻഡ് ചാലഞ്ചിങ് ടു ഗോഡ്, അത് അദ്ദേഹം ദൈവത്തെ ചാലഞ്ച് ചെയ്തു അല്ലെ. എനിക്കിത് മടുത്തു. എങ്ങനെ മടുത്തു? എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, എനിക്ക് റെസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ അദ്ദേഹം, ആളുകൾ മരിച്ചുകൊണ്ടിരിക്കുന്നു, എനിക്ക് സന്തോഷമില്ല, സമാധാനമില്ല, റെസ്റ്റ് ഇല്ല എന്നുള്ള ഒരു വേർഡ് അദ്ദേഹത്തിന്റെ വായിൽ നിന്നും അറിയാതെ വന്നുപോയി. ഓക്കെ, അങ്ങനെ അദ്ദേഹം ദൈവത്തെ വാക്കുകൾ കൊണ്ട് ചലഞ്ച് ചെയ്തു പോയി. Okay, Father Gilligan endeavors to rationalize his errant words by saying that it was his exhausted body. അല്ലെ, endeavors ശ്രമം നടത്തി, റാഷണാലിസ്റ്റ് പറഞ്ഞാൽ യുക്തിവാദികളെ പോലെ സംസാരിക്കുക അല്ലെ. അദ്ദേഹം ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ട പോലെയുള്ള സംസാരം, ഇസ് എറന്റ് വേർഡ്സ് അല്ലെ. അദ്ദേഹത്തിന്റെ അങ്ങനെയുള്ള വാക്കുകൾ എന്ത് ചെയ്തു? ബൈ സെയിങ് ദാറ്റ് ഇറ്റ് വാസ് ഹിസ് എക്സോസ്റ്റഡ് ബോഡി, അദ്ദേഹത്തിന്റെ ക്ഷീണിതനായിട്ടുള്ള ശരീരമാണ് അത് പറഞ്ഞത് അല്ലെ. അങ്ങേയറ്റം ക്ഷീണിച്ച ശരീരം മാത്രമാണ് അത് പറഞ്ഞത്. നോട്ട് ഹിസ് സ്പിരിറ്റ് ദാറ്റ് കംപ്ലൈന്റ് ദ സ്റ്റേറ്റ് ഓഫ് ഹിസ് ലൈഫ് അല്ലെ. അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള ആത്മാവോ അല്ലെങ്കിൽ അദ്ദേഹവുമല്ല അത് പറഞ്ഞത്. അദ്ദേഹത്തെ ക്ഷീണിച്ചു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ വെറും ബോഡി മാത്രമാണ് അങ്ങനെ സംസാരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാപ്പ് ചോദിച്ചത്. വൈ ഇസ് ദ ടൈം കോൾഡ് മോത്ത് ഹവർ? എന്തുകൊണ്ടാണ് ഈ പ്രാണികളുടെ ടൈം, പ്രാണികളുടെ മണിക്കൂറുകൾ എന്നൊക്കെ പറയുന്നത്? മോത്ത് പറഞ്ഞാൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു, ഈയാമ്പാറ്റുകൾ അല്ലെ, വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് കയറുന്ന ഈയാമ്പാറ്റുകൾ അല്ലെ. The poor illiterate villages never possessed a clock അല്ലെ. നമ്മുടെ സാധാരണ പണ്ടുള്ള നാട്ടിലുള്ള ഇടവകയിലൊക്കെ ഉള്ള പയ്യ കൃഷിക്കാരൊന്നും അവര് നമ്മളൊക്കെ ഇപ്പൊ ക്ലോക്കും മൊബൈലൊക്കെ നോക്കിയിട്ട് സമയം നോക്കാം. അപ്പൊ ചില ആളുകൾ അങ്ങനെയല്ല അല്ലെ, ഇങ്ങനെ ഒരു പുറത്തോട്ടൊരു നോട്ടാണ് അല്ലെ. അപ്പൊ തയ്യാമ്പാറ്റുകൾ ഇങ്ങനെ വരുന്ന വൈകുന്നേരം 6 മണിയായി അല്ലെ. അപ്പൊ അങ്ങനെ പറയും, രാവിലെ ഇങ്ങനെ ചെറിയ പക്ഷിയുടെ സൗണ്ട് 6 മണിയായി. ഇങ്ങനെ ഓരോന്നിനും ഓരോ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും അവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവുക അല്ലെ. അവരൊരിക്കലും ക്ലോക്കിൽ നോക്കിയിട്ടൊന്നല്ല സമയം വിലയിരുത്തുക. അപ്പൊ അതേപോലെ ഈ മൂത്തുകൾ വരുമ്പോ വൈകുന്നേര സമയമാണ്, അതാണ് വില്ലേജസ് വൈകുന്നേര ടൈമിന് വെച്ചിരിക്കുന്ന ഒരു ലക്ഷണം. അപ്പൊ ഈ മോത്ത് അവർ എന്ന് പറയുമ്പോ എന്താണ്? ഈ ആമ്പാറ്റുകൾ വരുന്ന സമയം എന്താണ്? വൈകുന്നേരമാണ്. ഓക്കെ, and watch, they always told time by the changes that took place from time to time in nature അല്ലെ. പ്രകൃതിയിൽ ഓരോ സമയത്തിലും വരുന്ന മാറ്റങ്ങൾ നോക്കിയിട്ടാണ് അവർ സമയങ്ങൾ വിലയിരുത്തുന്നത്. ടൈം എത്രയായി, സമയം എത്രയായി എന്നൊക്കെ മാറ്റങ്ങൾ പ്രകൃതിയിൽ ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ വരും. ആ മാറ്റങ്ങൾ ഇപ്പൊ ചില ഉച്ചക്കൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നടക്കുമ്പോ ആ നിഴലിന്റെ ആ ഒരു ഷാഡോയുടെ ആ ഒരു ഇത്ര ദൂരത്താണ് ഈ നട്ടുച്ച, 3:30 ആകുമ്പോ അതിന്റെ വലിപ്പം ഇങ്ങനെ കുറയും. നമ്മൾ തന്നെ അതൊക്കെ നോക്കി വിലയിരുത്താറുണ്ട് അല്ലെ. വൈകുന്നേരങ്ങളിലാകുമ്പോ ഈ ആമ്പാറ്റുകൾ വരുന്നത്, നൈറ്റിലാകുമ്പോ സ്റ്റാറുകളും നക്ഷത്രങ്ങളും വന്ന് നോക്കും. അപ്പൊ നൈറ്റായി, അപ്പം ഒരുപാട് വർദ്ധിക്കുന്ന നല്ല ഇതൊക്കെ വരുന്ന, അപ്പൊ നല്ല നൈറ്റായി. ഇങ്ങനെയുള്ള പഴയ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ നോക്കിയിട്ടാണ് ആ വില്ലേജിൽ ഉണ്ടായിരുന്ന പാവപ്പെട്ട ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളൊക്കെ, അന്നത്തെ പാവപ്പെട്ട ആളുകളൊക്കെ അവര് വിലയിരുത്തിയിരുന്നത് ഇങ്ങനെ പ്രകൃതിയിലെ മാറ്റങ്ങൾ കണ്ടിട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് മോത്ത് ഹവർ എന്ന് പറഞ്ഞത് കേട്ടോ. ഈ ആമ്പാറ്റുകളുടെ സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം. വാട്ട് ഈസ് മീൻ ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചിർപ്പ് അല്ലെ. എന്താണ് പക്ഷികൾ ചിലക്കുന്ന ശബ്ദം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്? സ്പാരോ ചിർപ്പ് റെഫേഴ്സ് ടു ഏർലി മോർണിംഗ് അല്ലെ. ഞാൻ പറഞ്ഞ പോലെ രാവിലെ വളരെ മോർണിംഗ് എന്നുള്ളത് കൊണ്ടാണ് സ്പാരോ ചിർപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത് കേട്ടോ. Then 8, what does the line and road with a little care indicate അല്ലെ. റോഡിലൂടെ വളരെ കെയർഫുൾ ആയിട്ട്, വളരെ അശ്രദ്ധയായിട്ട് അദ്ദേഹം കുറച്ച് റഫ് ആയിട്ടാണ് അദ്ദേഹം അതിലൂടെ ആ കുതിരയെ റൈഡ് ചെയ്ത് പോയത്. നോക്കാം. The priest was so respondent for neglecting his religious duty to offer the last communion to sick man അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? വളരെയധികം റെസ്പോണ്ട് ഇല്ലാതെ നെഗ്ലക്ട് ചെയ്തു അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി ചെയ്യുന്നതിൽ നിന്നും, ആ ലാസ്റ്റ് കമ്മ്യൂണിയന്റെ അസുഖം പിടിച്ച ആളുടെ ഡ്യൂട്ടി ചെയ്യാനുള്ളതിൽ നിന്നും അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ കെയർലെസ് ആണോ, അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു റീസൺ കാരണം അദ്ദേഹം അത് നെഗ്ലക്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ റിലീജിയസ് അല്ലെ, മതപരമായിട്ടുള്ള ആ ഡ്യൂട്ടി അദ്ദേഹം ലാസ്റ്റ് ആ അസുഖം ബാധിച്ച ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തില്ല.
He also feared that one of his parishioners will be damned. അദ്ദേഹം പേടിച്ചു, അദ്ദേഹത്തിന്റെ ഒരു പാരിഷണർ എന്തായി, ഡാമേജ് ആയി. ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള എന്താ പറയാ ആചാരങ്ങളും ചടങ്ങുകളും ഒക്കെ ചെയ്യാതെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് ശാന്തി പോലും കിട്ടില്ല. അത് കിട്ടാത്തതിന്റെ കാരണമാനാണ് ഈ പ്രീസ്റ്റ് ആയിരിക്കും. അങ്ങനെയാണ് അവരുടെ വിശ്വാസം. അപ്പൊ അതൊക്കെയാണ് അയാളെ ഭയപ്പെടുത്തുന്നത് കേട്ടോ. ബിക്കോസ് ഓഫ് ദ പ്രീസ്റ്റ് ഷ്രിങ്കിങ് ഓഫ് ഹിസ് അപ്പോയിഡ് ടാസ്ക് അല്ലെ, അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം പിന്മാറി നിന്നത് കൊണ്ട് അദ്ദേഹം ഭയപ്പെടുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു പാരിഷണറുടെ അദ്ദേഹത്തിന് അയാളുടെ മരണശേഷം അയാൾക്ക് എന്ത് സംഭവിച്ചു, അയാൾക്ക് ഒരു ഡാമേജ് പറ്റി. ആര് കാരണം? ഈ പ്രീസ്റ്റ് പിൻവാങ്ങി അപ്പോയിന്റഡ് അദ്ദേഹത്തിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ള ടാസ്കിൽ നിന്നും അദ്ദേഹം ചെയ്യേണ്ട ആ ജോലിയിൽ നിന്നും അദ്ദേഹം പിന്മാറിയത് കൊണ്ടാണ് അദ്ദേഹത്തിന് പേടി വന്നത്. സോ ഹി വാസ് ആൻഷ്യസ് ആൻഡ് റൈഡ്സ് നെക്ലെസ്ലി ടു സിക്ക് മാൻസ് ഹൗസ് വിതൗട്ട് കെയറിംഗ് ഓഫ് ഹിസ് ഓൺ സേഫ്റ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ കോൺഷ്യസ് ആയിട്ട് സ്വന്തം സേഫ്റ്റി നോക്കാതെ, സ്വന്തം കെയറിങ് നമ്മളെ ശ്രദ്ധിക്കാതെ അദ്ദേഹം എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് വീമോ എല്ലാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അരോഗിയായ മനുഷ്യന്റെ വീട്ടിലോട്ട് വളരെ റഫായിട്ട് റൈഡ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്തത്. ക്ലിയർ? The 9th question. Why is the sick man wife surprised to see Father Gilligan? സിഗ്മാന്റെ വൈഫ് ഫാദർ ഗില്ലിഗനെ കണ്ടപ്പോ സർപ്രൈസ് ആയി. എന്തുകൊണ്ടാണ്? അത്ഭുതപ്പെട്ടു പോയി അല്ലെ. എന്താണ് കാരണം? ഹർ ഹസ്ബൻഡ് ഹാഡ് റിസീവ്ഡ് ദ ലാസ്റ്റ് സാക്രമെന്റ് അല്ലെ. എന്താണ് സാക്രമെന്റ് പറഞ്ഞാൽ? ഞാൻ ഈ പറഞ്ഞ പോലെ അന്ത്യകൂദാശ ചടങ്ങുകളാണ് കേട്ടോ. ഫ്രം ദ പ്രീസ്റ്റിന്റെ കയ്യിൽ നിന്നും ലാസ്റ്റ് ചെയ്യേണ്ട എല്ലാ ചടങ്ങുകളും ചെയ്തതാണ് അല്ലെ. ആ പ്രീസ്റ്റ് വന്നിട്ട് അവരുടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു പോയതാണ്. ആൻഡ് ഹി ഹാഡ് പാസ്ഡ് എവറി ഹാപ്പിലി അല്ലെ. എന്നിട്ട് അതിന്റെ ഹസ്ബൻഡ് എല്ലാം ചെയ്തതുകൊണ്ട് തന്നെ വളരെ സന്തോഷമായിട്ടാണ് മരിച്ചത്. ബട്ട് ദ പ്രീസ്റ്റ് ഹാഡ് കം അഗൈൻ. പക്ഷെ ഇതെല്ലാം ചെയ്തു പോയ പ്രീസ്റ്റ് എന്ത് ചെയ്യാണ്? വീണ്ടും വന്ന് മുമ്പിൽ നിൽക്കുകയാണ്. സോ ഹി വാസ് സർപ്രൈസ്ഡ്. ആ ലേഡി എന്ത് ചെയ്യാണ്? അത്ഭുതപ്പെടുകയാണ്. 10th question. Why was the priest overcome with grief at the words of the widow? Why was the priest overcome with the grief at the words of the widow? എങ്ങനെയാണ് പ്രീസ്റ്റ് ആ ദുഃഖത്തെ ഓവർകം ചെയ്തത്? വിഡോയുടെ വാക്കുകൾ കേട്ടപ്പോൾ. The priest was so heartbroken for the failing in his religious responsibility. അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി തകർന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള മതപരമായിട്ടുള്ള ഉത്തരവാദിത്തം, റിലീജിയസ് റെസ്പോൺസിബിലിറ്റി, അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള മതപരമായിട്ടുള്ള ഡ്യൂട്ടി അദ്ദേഹം ചെയ്യാത്തതിൽ, ഫെയിലായതിൽ അദ്ദേഹം വളരെയധികം ഹൃദയം പൊട്ടി വേദനിക്കുന്നുണ്ടായിരുന്നു. ടു പ്രൊവൈഡ് ദ ലാസ്റ്റ് കമ്മ്യൂണിയൻ ടു ദി സിക്ക് മാൻ അല്ലെ. ആ സിക്ക് മാന്റെ ലാസ്റ്റ് കമ്മ്യൂണിയൻ ചടങ്ങ്, ലാസ്റ്റ് കമ്മ്യൂണിയൻ ആയിട്ടുള്ള വ്യക്തിയുടെ ചടങ്ങ് ചെയ്യാൻ പറ്റാത്തതിൽ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി വേദനിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അതാണ് ആ റിലീജിയസ് ആയിട്ടുള്ള ആ വിഡോ ഹസ്ബൻഡ് മരിച്ചു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടിയത്. ഓക്കെ. He knelt him at that word. Why? ആ വാക്ക് കേട്ടപ്പോൾ അദ്ദേഹം അവിടെ മുട്ടുകുത്തിപ്പോയി. എന്തുകൊണ്ടാണ്? The widow's word made Father Gilligan realize that അദ്ദേഹം ആ വിഡോയുടെ വാക്കുകളിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. That when mercified God has extended his helping hand to him, the priest was humbled at this. Merciful കാരുണ്യവാനായിട്ടുള്ള ദൈവം എന്ത് ചെയ്തിരിക്കുന്നു? അദ്ദേഹത്തിന് നേരെ കരുണയുടെ കൈകൾ നീട്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. The priest was humbled at this. ആ നിമിഷം അദ്ദേഹം എളിമയുള്ളവനായി മാറി അല്ലെ. അദ്ദേഹം അങ്ങേയറ്റം എന്തായി മാറി? ദൈവവിശ്വാസിയാണല്ലോ അല്ലെ. അദ്ദേഹം അങ്ങേയറ്റം ദൈവത്തിന് മുന്നിൽ എളിമയുള്ളവനായി മാറി. അങ്ങ് അറിയാതെ അദ്ദേഹം എന്ത് ചെയ്തു? അവിടെ മുട്ടുകുത്തിപ്പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. How did God save Father Gilligan from damnation? Damnation means ശാപം എന്നാണ് കേട്ടോ. ഡാമിനേഷൻ മീൻസ് എന്താണ്? ശാപം. എങ്ങനെയാണ് ശാപത്തിൽ നിന്നും ഫാദർ ഗില്ലിഗനെ ഗോഡ് രക്ഷിച്ചത്? God sent one of his messenger angel to the earth to offer the last communion to the dying man. അല്ലെ. ലാസ്റ്റ് കമ്മ്യൂണിയൻ ചടങ്ങുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈയിങ് മാന്റെ വീട്ടിലോട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ദൈവം ഒരു മെസ്സഞ്ചറെ, ഒരു മാലാഖയെ പറഞ്ഞു വിട്ടുകൊണ്ടാണ് അല്ലെ. കാരണം അദ്ദേഹം ചെയ്യേണ്ട ആ പ്രീസ്റ്റ് ചെയ്യേണ്ട ജോലിയാണത്. അത് ചെയ്തില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അദ്ദേഹത്തിന്
അതൊരു വലിയ ശാപമായിരിക്കും അല്ലെ. ഒരു പ്രീസ്റ്റ് ചെയ്യേണ്ട ജോലി ചെയ്യാതെ ഇരുന്ന് കഴിഞ്ഞാൽ അത് വലിയ ശാപമാണ്. അതിനെ ആ മരിച്ച ആളുകളുടെ ചടങ്ങുകൾ ചെയ്യാൻ അവരുടെ ആത്മശുദ്ധി മറ്റു കാര്യങ്ങളൊന്നും നടക്കില്ല, ആത്മാവിന് ശാന്തി ഒന്നും കിട്ടില്ല. അപ്പൊ അത് ആര് കാരണമാണ്? ആ പ്രീസ്റ്റ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്തമില്ലായ്മ കൊണ്ട് അദ്ദേഹം ചെയ്ത നെഗ്ലക്ഷൻ കാരണമാണ്. അപ്പൊ അത്രയും വലിയൊരു തെറ്റ്, അത്രയും വലിയൊരു ശാപം ഫാദറിന്റെ മേലിൽ ശരിക്കും വന്ന് വീഴേണ്ടതായിരുന്നു. പക്ഷെ അവിടെ ദൈവം എന്ത് ചെയ്തു? ഫാദറിന് പകരം ഒരു ഏഞ്ചലിനെ അയച്ച് ആ ചടങ്ങുകൾ ചെയ്തു. ഓക്കെ. ഹി who hath made the night of the star for souls who tired and bleed. അല്ലെ, ക്ഷീണിച്ചവരുടെയും രോഗികളെയുമായ ഇവരുടെ സംരക്ഷണം, അവരുടെ ആത്മാക്കളുടെ സംരക്ഷണം കൊടുക്കുന്നത്. എല്ലാം രാത്രിയും പകലും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചവൻ ആരാണോ അവൻ. who do this line mean? ആരാണ്, എന്താണ് ഈ വരികളിലൂടെ ഉദ്ദേശിക്കുന്നത്? Earlier, the poet has evoked the image of the God who brings easy to the laboring mankind by spreading darkness over the earth. അല്ലെ, തുടക്കത്തില് ദൈവത്തിന്റെ ഒരു കരുണയുടെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട്. തുടക്കത്തിൽ ദൈവത്തെ എങ്ങനെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്? ലേബറിംഗ് മാൻകൈൻഡ് അല്ലെ, നമ്മളെ മനുഷ്യനെ വളരെ കരുണയോട് കൂടിയിട്ട് അല്ലെ, ഒരു അമ്മയുടെ സ്നേഹത്തോട് കൂടിയിട്ട് നോക്കുന്ന, ഡാർക്ക്നെസ് കൊണ്ട് ഭൂമിയെ മറച്ചു വെച്ച് ഇളം കാറ്റടിപ്പിച്ച് വളരെ വിസ്പേർഡായിട്ട് മാൻകൈൻഡിനോടൊക്കെ നമ്മുടെ മനുഷ്യരോട് വളരെ വിസ്പേർഡായിട്ട് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് വളരെ സൗമ്യമായിട്ടാണ് ദൈവം എന്ത് ചെയ്തത്? വേൾഡിനെ ഉറക്കിയത്. ദ സൂത്തിങ് ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ് ആൻഡ് ബ്ലെസ്സിങ് ട്രബിൾഡ് സോൾസ് വിത്ത് ബാം ഓഫ് സൂത്തിങ് സ്ലീപ്. അല്ലെ, ഈ സൂത്തിങ് ഡാർക്ക്നെസ് ഓഫ് ദ നൈറ്റ് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ആ ഇരുട്ട് പകർന്നിട്ടുള്ള ആ ഒരു ഡാർക്ക്നെസ് അല്ലെ, ബ്ലെസ്സിങ് ട്രബിൾഡ് സോൾസ് വിത്ത് ബാം ഓഫ് ദ സൂത്തിങ്. അല്ലെ, മനുഷ്യരുടെ മനസ്സുകളെ അല്ലെ, ട്രബിൾഡ് പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനുഷ്യ മനസ്സുകൾക്ക് എന്താണ്? ഒരു പാമ പോലെ, ഹീലിംഗ് പാമ പോലെ അല്ലെ, ഒരു അവരുടെ അസുഖത്തിന് അതൊരു എന്താണ്? ഒരു സൂത്തിങ് സ്ലീപ്പ്, ഒരു സുഖകരമായിട്ടുള്ള ഒരു സ്ലീപ്പ് അവർക്ക് കൊടുക്കും. ഹിയർ വി ഫൈൻഡ് ഓൾമോസ്റ്റ് എ റിപ്പീറ്റേഷൻ ഓഫ് ദ ഐഡിയ. ആ സെയിം ഐഡിയ തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. where the poet asserted the God had made the night for the troubled humanity. അല്ലെ, ഈ ട്രബിൾഡ് ഹ്യൂമാനിറ്റി പറഞ്ഞ പ്രോബ്ലംസ് കൊണ്ട് നിൽക്കുന്ന മനുഷ്യര് അല്ലെ, പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന മനുഷ്യർക്ക് ദൈവം എന്ത് കൊടുത്തിരിക്കുന്നു? രാത്രിയെ സൃഷ്ടിച്ചിരിക്കുന്നു. മനോഹരമായിട്ടുള്ള രാത്രിയെ സൃഷ്ടിച്ചുകൊണ്ട് മനുഷ്യർക്ക് വളരെ സുഖകരമായിട്ടുള്ള ഉറക്കം നൽകുന്നു ദൈവം. What do you understand about the character of Father Aligan from his words? Had pity on the least of the things. ഈ ഭൂമിയിലെ ഏറ്റവും ചെറിയ സൃഷ്ടിയോട് ദയ കാണിച്ചിരിക്കുന്നു, കരുണ കാണിച്ചിരിക്കുന്നു. The word of the Gilligan speak of his deeper religious belief and also his enduring humanity. അല്ലെ, ഈ വേർഡിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? അദ്ദേഹത്തിന്റെ അങ്ങേയറ്റമായത്തിലുള്ള ദൈവവിശ്വാസം ആൻഡ് ഓൾസോ enduring humanity, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ആ മനുഷ്യത്വം അല്ലെ, പ്രിയങ്കരനായിട്ട് മനസ്സ് നിറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ മനുഷ്യത്വ ക്യാരക്ടറും, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിലെ ഡീപ്പായിട്ടുള്ള മതവിശ്വാസത്തെയുമാണ് ഈ വരികളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഇതിലെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് കേട്ടോ. ഈ ഒരു പോമിലെ ക്വസ്റ്റ്യൻ ആൻസർ വരുന്ന ഇത്രയുമാണ്. വളരെ സിമ്പിൾ ആണ് കേട്ടോ. പോം എന്ത് ചെയ്യാ? നന്നായിട്ട് 1-2 തവണ വായിക്കുക, 1-2 തവണ കേട്ടാൽ തന്നെ ഈ പോമും അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ ആക്ടിവിറ്റീസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.